ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദൈവമേ, ശരിക്കും മുറിഞ്ഞു. ചോറ് നിൽക്കുന്നില്ലല്ലോ. അമ്മേ, പ്രിയച്ചി, കുടിക്ക്. ചോറ് നിൽക്കുന്നില്ല, കുടിക്ക്. പണ്ട് 2-3 നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ, പാട്ടവിളക്ക്, വടി വെക്കാത്തടത്ത് കുട വെക്കാത്തവർ, പിന്നെ ചെമ്മീൻ എന്ന നോവലിൽ എതിരാളിയായിട്ട് കൊഴിയാള എന്ന നോവൽ. മതി, സാഹിത്യമൊക്കെ അവിടെ നിൽക്കട്ടെ. വീട്ടിലെ കാര്യം പറ. എന്ത് പറയാനാ മാഡം, അവിടെ എന്റെ അളിയന്റെയും അളിയന്റെ ഭാര്യയുടെയും ഭരണമല്ലേ. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ആ ഋതിക മാഡത്തിന്റെ ഭരണം കൊണ്ട് പൊറുതി മുട്ടി. അവളെന്ത് ചെയ്തു? പുത്തനച്ചിയുടെ പുരപ്പുറം തൂക്കല്. അത് കൊള്ളാലോ. മൊത്തം ഭരണ മാഡം, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെ ഒരു ഇച്ചിരി കള്ളു കുടിച്ചു. അതിന്റെ പേരിൽ പ്രിയയെ കൊണ്ടെന്നെ തല്ലിച്ചു. അവളുടെ കാരണം നോക്കി ജയനൊന്ന് പൊട്ടിക്കായിരുന്നില്ലേ? നാത്തൂനായി പോയില്ലേ മാഡം. അത് മാത്രമല്ല, പെണ്ണുങ്ങളെ തല്ലിയ കേസ് പറയാ. പക്ഷേ അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. താങ്ക് യു മാഡം. പിന്നെ അവൾ അവിടെ എന്ത് ചെയ്താലും അപ്പോ ജയൻ എന്നെ വിവരം അറിയിക്കണം. ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യണം. അതാ ജയന്റെ മെയിൻ ജോലി. ഓക്കെ ഓക്കെ മാഡം. മോനെ, നീ ബാഗ് ഇങ്ങ് എടുത്തോണ്ട് വാ. ശരി അമ്മേ. ദൈവമേ, വല്ല കള്ളനോട്ട് കടത്തലാണോ? ഇതാ ജയ. ഇതേ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫയലുകളാ. അടുത്ത ദിവസം ഇത് ഓഡിറ്ററെ ഏൽപ്പിക്കണം. അതുവരെ ജയൻ ഇത് ജയന്റെ വീട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ഓക്കെ മാഡം. എന്നാലേ ജയൻ പൊയ്ക്കോ. ശരി. ആഹാ, ഋതുമോള് ഭയങ്കര അടുക്കള പണിയിലാണല്ലോ. ഇതെനിക്ക് വലിയ ഇഷ്ട പ്രിയച്ചി. സത്യം പറഞ്ഞ ഈ പാചകം എന്ന് പറയുന്ന ഒരു കല കൂടിയാ. എന്റെ അമ്മ ഇതില് വലിയൊരു കലാകാരിയാ. ഞാനിതൊക്കെ പഠിച്ചത് രാധമ്മയുടെ കയ്യിൽ നിന്നാ. ഇപ്പോഴല്ലേ, നേരത്തെ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഋതിക്ക്? അമ്മ എതിരായി പോയില്ലേ? സാരല്ല പ്രിയച്ചി, രാധമ്മയുടെ എതിരൊക്കെ പതുക്കെ മാറും. പിന്നെ ഋതികെ, ഞാനൊരു താങ്ക്സ് പറയാനാ വന്നത്. താങ്ക്സോ? എന്തിന്? ഇന്നലെ ജയേട്ടനെ കൈകാര്യം ചെയ്യാൻ ഒരു ധൈര്യം തന്നതിന്. അയ്യോ, ഞാൻ ധൈര്യം തന്നു കരുതി എന്നും ചേട്ടനെ കേറി കൈകാര്യം ചെയ്യല്ലേ. ചേട്ടനൊരു പാവ.
നല്ലവനുമാ. കള്ളുകുടിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് കരുതിയാ മതി. സത്യത്തിൽ ചേട്ടന് അങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞു തന്നതിന് എനിക്കാ കുറ്റബോധം. പക്ഷെ ചേട്ടനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇതൊക്കെ പറ്റും. ഋതികയ്ക്ക് ഇതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടല്ലേ? അയ്യോ, എനിക്കൊരു നോളജും ഇല്ല. ഭർത്താവിനെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇതൊക്കെ ഒരു കോമൺ സെൻസ്, അത്രേ ഉള്ളൂ. പിന്നെ രാജുവിനെ കള്ളെന്ന് കേട്ടാലേ കലിയാ. കള്ള് കുടിക്കുന്നവരെ കണ്ട രാജു വെളിച്ചപ്പാടാ. അര ഗ്ലാസ് ബിയറെങ്ങാനും രാജു കുടിച്ച അപ്പ ബോധം കെടും. ദൈവമേ, ഞാനും ഋതികയും തമ്മിൽ വലിയ കമ്പനി ആയെന്നറിഞ്ഞ അമ്മയുടെ വഴക്ക് കേൾക്കുമല്ലോ. ആ, ഇത് വേവിക്കാൻ വെച്ചോ? നല്ല കാര്യം. ഇനിയിപ്പോ തേങ്ങാ ചമ്മന്തി അരയ്ക്കണം, ഒരു മുട്ടയും പൊരിക്കണം. അതിന് തേങ്ങ ചിരവണമല്ലോ. ഞാൻ ചിരകമ്മേ. വേണ്ട, ഋതിക ചിരവിയാ മതി. ഇന്നെന്താ ഋതികയെ വഴക്കൊന്നും പറയാത്തെ? ഇനി മഞ്ഞുരുക്കിയോ? തേങ്ങ ഞാൻ പൊട്ടിച്ചു തരാം. ആ, ഇനിയിപ്പൊ തേങ്ങ വെള്ളം ഇഷ്ടമുള്ളവരാരാന്ന് വെച്ചാൽ എടുത്ത് കുടിച്ചോ. ഞാൻ ഒരേല വെട്ടിക്കൊണ്ടുവരാം. മാറിക്കേ. ഇത് ഋതിക കുടിക്ക്. കുടിക്ക്. അല്ല, നമ്മള് സ്നേഹത്തില് വർത്താനം പറഞ്ഞതിന് ഇന്നമ്മ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. മറന്നുപോയി കാണും. ഞാൻ തേങ്ങ ചിരകട്ടെ. ഇതങ്ങ് മാറ്റിക്കോ. അയ്യോ ചേച്ചി, നോക്കട്ടെ നോക്കട്ടെ, കൈ മുറിഞ്ഞു. ദൈവമേ, ശരിക്കും മുറിഞ്ഞു. ചോറ് നിൽക്കുന്നില്ലല്ലോ. അമ്മേ, അയ്യോ പ്രിയേച്ചി, കുടിക്ക്. ചോറ് നിൽക്കുന്നില്ല. കുടിക്ക്. കുടിക്ക്.